പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യമാണ് നമ്മൾ ഈ പകൽക്കാലം വചനചിന്തയ്ക്കായി എടുത്തത്. ഒന്നുകൂടി മോളെ ശബ്ദമുയർത്തി അത് വായിച്ചേ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്വത്രം അലക്ഷ്യമായല്ല ഓടേണ്ടത്, സ്ഥിരതയോടെ ഓടുക. അടുത്തേ, ഓടുമ്പോൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടണം. നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എവിടെയാണ് ചോദിച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിലാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടണം. കാരണം ലോകത്തിൽ അവിടെ ഇവിടെ നോക്കി ഓടിയാൽ നമുക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, നീ നോക്കേണ്ടത്, നീ ഓടേണ്ടത് യേശുവിനെ നോക്കി ഓടണം. അടുത്തേ, സ്തോത്രം, എങ്ങനെ ഓടണം? തനിക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷമോർത്തിട്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവരുടെ മുമ്പിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ അതിൻ്റെ ജഡ്ജിൻ്റെ മേശപ്പുറത്തിരിക്കുന്ന ആ പ്രൈസ് തനിക്ക് പ്രാപിക്കണം, നേടണം എന്നാഗ്രഹിച്ച. അങ്ങനെ നിൻ്റെ മുൻപിൽ ദൈവ പൈതലേ, വിശ്വാസിയെ, നിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം നീ ക്രിസ്തുവിനെ നോക്കി സ്ഥിരതയുള്ളവനായി, സ്ഥിരതയുള്ളവളായി ഓടിയാൽ സ്തോത്രം എന്ത് പ്രാപിക്കാം? ദൈവ കിരീടം പ്രാപിക്കാം. നീ ഓടിയ ഓട്ടത്തിൻ്റെ പ്രതിഫലം നിനക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കാം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഈ തിരുവെഴുത്ത് നമ്മോട് പറയുമ്പോൾ താൻ ഓടിയ ഓട്ടത്തിൽ തനിക്ക് ലഭിച്ച ദൈവകൃപയിൽ നിന്നുകൊണ്ടാണ് താൻ പറയുന്നത്. താൻ പരാജയപ്പെട്ടിട്ടല്ല പറയുന്നത്, താൻ വിജയിച്ചിട്ടാ പറയുന്നത്. കാരണം തൻ്റെ ജീവിതത്തിൽ പരാജയം വന്നപ്പോൾ താൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. സ്വത്രം, ഈ നല്ല പകലിൽ ദൈവ പൈതലേ, നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയായിരിക്കണം. കാരണം വേറെ എവിടെ നമ്മൾ നോക്കിയാലും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം നോക്കിയാൽ ദൈവം നമ്മുടെ നോട്ടത്തിന് മറുപടി തരിക തന്നെ ചെയ്യും. കേട്ടോ, ഓടുമ്പം സ്ഥിരതയോടെ ഓടണം. സ്വത്രം, തെറ്റിപ്പോകാതെ യേശുവിനെ പോലെ സ്വത്രം നാം ആയി മാറുവാൻ ആഗ്രഹിച്ചാൽ സർവശക്തനായ ദൈവം നമ്മെ അതുപോലെ ആക്കി തീർക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഓടിയവർക്ക് പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്. സ്തോത്രം. അവരോട് ചോദിച്ചാൽ അവർ പറയും, സ്തോത്രം, ഞാൻ ഒന്നും ആയിരുന്നില്ല, എൻ്റെ ജീവിതം എവിടെ എത്തിച്ചേരുമെന്നും എൻ്റെ ഭാവി എന്താകുമെന്നും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എല്ലാ മേഖലയിലും ഞാൻ തകർക്കപ്പെട്ടവനാ, ഞാൻ തകർക്കപ്പെട്ടവളാ, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവളാ, കൂട്ടുകാരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാ, സ്കൂളിലും കോളേജിലും എല്ലാവരും എന്നെ മാറ്റി നിർത്തിയതാ. ബുദ്ധിയില്ല, കഴിവില്ല, സൗന്ദര്യമില്ല, സാമ്പത്തിക ശേഷിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ മാറ്റി നിർത്തി. പക്ഷേ എൻ്റെ തകർച്ചയുടെ നടുവിൽ, എൻ്റെ ഒറ്റപ്പെടുന്ന നടുവിൽ ജീവിതത്തിൽ ഇനിയൊരു മുൻപോട്ടൊരു ശുഭയാത്രയില്ല എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് കരയണ്ട എന്ന് പറഞ്ഞ ഒരു യേശുവിൻ്റെ സ്നേഹം എൻ്റെ അകത്തു വന്നപ്പോൾ എൻ്റെ
കഷ്ടങ്ങൾ മാറി, എൻ്റെ വേദന നീങ്ങി, എനിക്ക് സന്തോഷിപ്പാൻ വഴി അവൻ ഒരുക്കി തന്നു. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയില്ലെന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത്. ഇപ്പം നിൻ്റെ മുൻപിൽ ഒരു ഓട്ടത്തിന് കളമൊരുങ്ങുന്നുണ്ട്. അത് വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം നീ ഓടണം. ഇരു സൈഡിൽ നിന്നും കൈയടിക്കുന്ന വിവിധ അഭിപ്രായം പറയുന്ന ഒരുപാട് പേരെ നിനക്ക് കാണാൻ കഴിയും. ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ നീ കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ പറയുന്ന അഭിപ്രായങ്ങൾ പലതും മാറ്റി മാറ്റി പറയുന്നവരാ. എന്നാൽ എൻ്റെ യേശു പറയുന്ന വാക്കിന് മാറ്റമുണ്ടാകത്തില്ല. സ്തോത്രം. നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഞാൻ എല്ലാവരുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോയല്ലോ, എല്ലാവരും എന്നെ മറന്നു കളഞ്ഞല്ലോ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഒന്ന് അറിഞ്ഞിട്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുകൊണ്ട് കേൾക്കേ, സ്തോത്രം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല. സ്തോത്രം. ഞാൻ യേശുവിന് വേണ്ടി അനുഭവിച്ച വേദനകൾ ചെറുതൊന്നുമല്ല. പക്ഷേ അതിനകത്ത് എനിക്കൊരു സന്തോഷമുള്ളത്, കഷ്ടമില്ലാത്ത, വേദനയില്ലാത്ത, സന്തോഷമുള്ള ഒരു കാലം എനിക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ കഷ്ടത മറന്ന് സന്തോഷത്തോടെ എൻ്റെ പ്രിയനോട് ചേർന്ന് വസിക്കുന്ന ഒരു ദിവസം ഞാൻ മുമ്പിൽ കാണുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാ. ഈ നല്ല പകലിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഞായറാഴ്ച കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും നീ കടന്നു പോയ വഴികളിൽ, നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നവർ വീണപ്പോൾ, നിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നവർ നിലവിളിച്ചപ്പോൾ, നീ വീഴാതെയും നിലവിളിക്കാതെയും സന്തോഷത്തോടെ നിനക്ക് വേണ്ടതെല്ലാം തന്ന് നിന്നെ കരം പിടിച്ച് നടത്തിയത് ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ ഓട്ടം സ്ഥിരതയോടെ നീ ഓടാൻ ശ്രമിക്കണം. അങ്ങനെ നീ ഓടിയാൽ ഒരിക്കലും വഴിയിൽ വീണ് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ജീവിതത്തിൻ്റെ ഭാരവും പേറി 12 കാളയെയും കൊണ്ട് വയലിൽ ഉഴുത് മറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏലിയാവ് വന്ന് ഏലീശയെ വിളിച്ചിട്ട് പറയുക, മകനെ, നീ എന്നെ അനുഗമിക്ക. സ്തോത്രം. ഏലീശ ഏലിയാവിൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ ആരാണെന്നോ എന്താണെന്നോ എന്തിനു വേണ്ടിയാണ് ഇവനെ അനുഗമിക്കണമെന്നോ ചോദിക്കാതെ കേട്ട വാക്കിൻ്റെ മുൻപിൽ വിശ്വസിച്ചു കൊണ്ട് തൻ്റെ കാളയും കലപ്പയും അവിടെ വിട്ടേച്ചു പോയില്ല. പിന്നെയോ ആ കാളയും കലപ്പയും ഒരുമിച്ച് നുറുക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗമർപ്പിച്ചിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഏലീശ ഇറങ്ങി പുറപ്പെട്ടു. സ്തോത്രം. നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നലെ കണ്ട ഒരുത്തൻ്റെ പുറകെ അവൻ പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ മുൻപിൽ എൻ്റെ സ്വപ്നങ്ങൾ സാധ്യമാക്കി എടുക്കാൻ കഴിയുമോ? ഞാൻ ആഗ്രഹിച്ച ശുഭഭാവി എനിക്ക് കാണാൻ കഴിയുമോ? കുഞ്ഞെ, നിൻ്റെ ഭാരം മുഴുവനും കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തിട്ട് ഫ്രീ ആയി നീ അവൻ്റെ വചനമെടുത്തോണ്ട് നീ ഒന്ന് ഇറങ്ങി നോക്ക്. നിന്നാഗ്രഹിക്കുന്ന തലത്തിലെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം നീ കാണുക തന്നെ ചെയ്യും. സ്തോത്രം. വ്യക്തമായി പറയട്ടെ, നമുക്ക് നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്ന നാം, എവിടെയൊക്കെ തകർന്നു പോകാമായിരുന്ന നാം, എല്ലാവരുടെ മുമ്പിൽ തല കുനിച്ച് നടക്കേണ്ടുന്ന നാം, തല കുനിച്ചിരിക്കേണ്ടുന്ന നാം, തല ഉയർത്തി മാനിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്താൽ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ജാതിയും മതവും വർഗവും നിറവും മണവും ഗുണവും രാഷ്ട്രീയവും എല്ലാം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയപ്പോൾ പലതും പയറ്റി നോക്കിയിട്ടും അവിടെയെല്ലാം പരാജയപ്പെട്ടപ്പോഴും ഇനി ഒരു വഴി ഏതെന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിലെ അപ്പൻ പറഞ്ഞ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭയപ്പെടണ്ട എന്ന്. സ്വത്രം. ആ കൂടെയുള്ള ദൈവത്തെ നീ അനുഗമിപ്പാൻ തുടങ്ങിയ നാൾ മുതൽ നീ കാണാത്തതും നീ അനുഭവിച്ചിട്ടില്ലാത്തതും നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതുമായ സാഹചര്യങ്ങളിലേക്ക് ദൈവം നിന്നെ ഉയർത്തി മാനിച്ചെങ്കിൽ ഈ നല്ല പകലിൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ നോട്ടം കർത്താവിൽ
കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. സ്തോത്രം. കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു കർത്താവ് കാൽവറിയിൽ കള്ളന്മാരുടെ നടുവിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, സകലതും നിവർത്തിയായി പിതാവേ, എൻ്റെ പ്രാണനെ ഞാൻ നിന്റെ കരത്തിൽ തരിക. സ്തോത്രം. നോക്ക്, സ്വന്തം ചുമലിൽ തല ചായ്ച്ച് പ്രാണനെ വിടുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി തൻ്റെ മകനെ യാഗമാക്കി തീർക്കുകയായിരുന്നെന്ന് നീ വിശ്വസിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ പ്രാപിക്കുവോളം ഈ ലോകത്തിൽ നിന്ന് നീ മാറ്റപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ലോകക്കാരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ഇല്ല 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 എന്ന് പറഞ്ഞ് നീ മറ്റുള്ള മുമ്പിൽ കരം നീട്ടുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. നിന്റെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തിട്ട് അവൻ നന്മ തന്നാലും തിന്മ തന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ട് പിന്മാറുകയില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ തയ്യാറായാൽ നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. വീഴുന്നവരെ കണ്ടിട്ടും, സ്വത്രം നിലവിളിക്കുന്നവരെ കണ്ടിട്ടും, ഒറ്റപ്പെട്ടു പോയവരെ കണ്ടിട്ടും നീ നിരാശപ്പെടരുത്. നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. നിന്റെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ പകരുവാൻ നീ തയ്യാറാകുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം നീ മൂലം നിന്റെ കൂട്ടാളിക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെട്ടു വരുന്നത് കാണാൻ കഴിയും. നിന്റെ കലത്തിനകത്ത് ഇപ്പോൾ ശൂന്യതയായിരിക്കും, നിന്റെ പേഴ്സിനകത്ത് ഇപ്പോൾ ശൂന്യതയായിരിക്കും. നിന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ നിന്റെ കരത്തിൽ ഉണ്ടായിരിക്കത്തില്ല. രോഗം നിന്നെ കടന്നു പിടിച്ചിട്ട് നിനക്ക് തലയൊന്നും നിവർത്തുവാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ നീ നിന്നെ ഒന്ന് വിട്ടുകൊടുക്ക്. സ്തോത്രം. എന്നിട്ട് പറ, കർത്താവേ, നിന്നെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ലോകർ പറയുന്നതിൻ്റെ പിൻപിൽ എനിക്ക് തലകുനിക്കാനേ കഴിയത്തുള്ളൂ. എന്നാൽ നിന്റെ വചനത്താൽ എൻ്റെ തല ഉയർത്തുവാൻ അങ്ങയ്ക്ക് കഴിയുമല്ലോ കർത്താവേ. അടിയനിതാ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ ഒന്ന് വിട്ടുകൊടുത്തു നോക്ക്. സ്വത്രം. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരും. സ്തോത്രം. നോക്ക്, ഏലിയാവിൻ്റെ പിന്നാലെ ഏലിശ നടക്കുമ്പോൾ ഏലിശയ്ക്ക് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ലാതല്ല നടക്കുന്നത്, തൻ്റെ തലമുറയെക്കുറിച്ച് ചിന്തയില്ലാതല്ല നടക്കുന്നത്. തിരുവഴുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളെ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, നിൻ്റെ ചിന്ത പലപ്പോഴും നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചാ, നിൻ്റെ കൂട്ടാളിയെക്കുറിച്ചാ, നിൻ്റെ ഭവനത്തെക്കുറിച്ചാ, നിൻ്റെ നാളെയെക്കുറിച്ചാ. അതറിയുന്ന സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്തോത്രം. പിശാചലർന്ന സിംഹം പോലെ എല്ലാ വഴിയിലും നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ നിന്റെ നോട്ടം കർത്താവിങ്കലാണെങ്കിൽ ആ കർത്താവിൽ നിന്ന് കാണാൻ പോകുന്ന തകർച്ചയല്ല, ഉയർച്ചയായിരിക്കും. സ്തോത്രം. ലോകം നിന്നെ പഴിക്കുമ്പോൾ നീ നിരാശപ്പെടരുത്. എന്നെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് ഉയർത്തപ്പെട്ടവനാ. എൻ്റെ താഴ്ചയിൽ നിന്ന് എന്നെ കരം പിടിച്ചുയർത്തെങ്കിൽ ഞാൻ ഇനി ഭൂമിയിൽ പട്ടുപോകത്തില്ല. നിത്യത്തിലെത്തിച്ചേരും കാലം വരെയും ഈ ഭൂതലത്തിൽ ഞാൻ ആഗ്രഹിച്ച നന്മ പ്രാപിക്കും. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കടഭാരം മാറും. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രോഗത്തിൻ്റെ മണ്ഡലങ്ങളും ദൈവം എടുത്തു മാറ്റി ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ പാട്ടുപാടണമെന്ന് സ്വർഗം എനിക്ക് ബലം തരുമെന്ന് പറഞ്ഞ് നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഏലിയാവിൻ്റെ കൂടെ നടന്ന ഏലിശ സ്വത്രം വിട്ടുപിരിയാതെ തന്നെ അനുഗമിക്കുന്നത് കണ്ടപ്പോൾ ഏലിയാവ് ഏലിശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഇക്കാലം ഇത്രയും എല്ലാം വിട്ടേച്ച് നീ എന്നെ അനുഗമിച്ചു, എന്നാൽ ഇനി അധിക കാലം നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കത്തില്ല. ഞാൻ നിന്നെ വിട്ടു പോകാൻ സമയമായിരിക്കുന്നു. സ്വർഗം എന്നോട് പറയുന്നുണ്ട്, ഞാൻ പോകുന്നതിന് മുൻപ് നിനക്ക് വേണ്ടത് ചോദിക്ക്, ഞാൻ നിനക്ക് തരാം. സ്വത്രം. തനിച്ചാക്കിയിട്ട് വിളിച്ചിറക്കിയിട്ട് ഇട്ടേച്ച് പോകുന്നവനല്ല എൻ്റെ ദൈവം. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലെ, നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ വരുന്ന വ്യക്തിത്വങ്ങളെ തള്ളിക്കളഞ്ഞിട്ട്
പോകുന്ന ഒരു മനോഭാവം നിനക്കുണ്ടാകരുത്. 10 രൂപ നിൻ്റെ കയ്യിൽ കൂടുതൽ കിട്ടുമ്പോൾ നിൻ്റെ കൂടപ്പുറപ്പിനെ നീ മറന്ന് കളയരുത്. നിനക്ക് നല്ല കാലം വരുമ്പോൾ അവനെ ഓർത്ത് അവനെ ചേർത്ത് പിടിക്കാൻ നീ മറന്നു പോകരുത്. ഇന്നത്തെ മനുഷ്യൻ ചെയ്യുന്നത് മുഴുവനും അതാ. കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ എല്ലാവരെയും വിളിക്കും. കഷ്ടത മാറിക്കഴിയുമ്പോൾ പ്രാർത്ഥിച്ചവരെയും വേണ്ട, കൂടെ ഉപവസിച്ചവരെയും വേണ്ട, വഴി പറഞ്ഞു കൊടുത്തവരെയും വേണ്ട. സ്വത്രം എന്തിനു പറയുന്നു? നൊന്ത് പറ്റ അപ്പനെയും അമ്മയും വേണ്ട. സ്വത്രം പിന്നെ അവരവരുടെ ലോകത്തിൽ അവർ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, ആരെ നീ മറന്നാലും നിന്നെ വീണ്ടെടുത്ത ദൈവത്തെയും നിനക്ക് ജന്മം തന്ന അപ്പനെയും അമ്മയും നീ സ്നേഹിക്കാതെ, അവർ പറയുന്നത് കേൾക്കാതെ നീ യാത്ര ചെയ്താൽ, നീ പോകുന്ന വഴിയിൽ എന്തൊക്കെ നേടിയാലും നീ കരഞ്ഞു വിലപിച്ച് ഒടുവിൽ തകർന്നവനും തകർന്നവളുമായി നീ മാറ്റപ്പെടുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, ദൈവത്തെ മറന്ന് നിന്റെ അപ്പനെ അമ്മയെ മറന്ന് നീ എവിടെ ഓടിയാലും എന്ത് നേടിയാലും ആ ജീവിതത്തിൽ നീ ഒരു ശുഭകാലം കാണുകയില്ലെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാ. സ്വത്രം വചനം പറയുന്നു. സ്വത്രം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു. സ്വത്രം നിന്റെ അപ്പനെ അമ്മയും നീ ബഹുമാനിക്ക. അതെന്തിനാണെന്നറിയാമോ? നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ. സ്വത്രം ദീർഘായുസ്സുണ്ടാകാൻ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പിന്നെ ഇല്ലെങ്കിൽ ദീർഘായുസ് കിട്ടത്തില്ലയോ, ഇല്ലെങ്കിൽ ദീർഘായുസ് കിട്ടത്തില്ലയോ. ആ കേൾക്കുമ്പോൾ തന്നെ ചെയ്യുന്നു യവനെ പോലെ എവളെ പോലെ നിഷേധി. നമ്മുടെ ഭാഷയിൽ നിഷേധി എന്ന് പറഞ്ഞാൽ സ്വത്രം അനുസരണം കെട്ടവൻ, പറഞ്ഞാൽ കേൾക്കാത്തവൾ വേറെ ആരുമില്ല എന്ന് ചിന്തിച്ചോളം. അവിടെ മേൽ എന്തോ വരുന്ന ദൈവ കോപം വരും. സ്വത്രം ഏലിയാവ് ഏലീശയെ വിട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ഏലിയാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോനെ, നീ എല്ലാം വിട്ടേച്ച് എന്നെ അനുഗമിച്ചില്ലേ? നിനക്ക് എന്തെങ്കിലും തരാതെ പോകുവാൻ എനിക്ക് മനസ്സില്ല. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നീ തനിച്ചാകും. സ്വത്രം ഏലീശ തനിച്ചല്ല, തൻ്റെ കൂടെ വേറെയും ശിഷ്യന്മാരുണ്ട്. പക്ഷേ ഏലിയാവിനെ അനുഗമിക്കുന്നത് കൊണ്ട് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ ശ്രദ്ധിക്കാൻ തനിക്ക് കഴിയാതെ പോയി. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം ഒത്തുകൂടി. പക്ഷേ ഏലീശ അവരുടെ കൂടെ കൂടിയില്ല. സ്വത്രം നമ്മളെല്ലാം ആരുടെ കൂടെ കൂടുന്നറിയാമോ? ലോകക്കാരുടെ കൂടെ കൂടത്തുള്ളൂ. പേര് ദൈവപ്പൈതൽ, പേര് വിശ്വാസി, കൂട്ടം ലോകത്തിൽ. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവരെയല്ല ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോട് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെയാ. സ്വത്രം ദൈവം തിരഞ്ഞെടുത്തവനാണ് ശൗല്. സ്വത്രം ശൗല് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ സോറി കുഴപ്പമില്ലടാ മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചില്ല. സ്വത്രം ദാവീദിനെ ചേർത്ത് പിടിച്ചു. സ്വത്രം എന്തുകൊണ്ട്? ദാവീദ് പറഞ്ഞത് കേൾക്കണേ. സ്വത്രം നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ലെന്ന്. സ്വത്രം എൻ്റെ നന്മ മുഴുവനും കർത്താവേ നീയാ. നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യമാ. സ്വത്രം അതുകൊണ്ട് സർവശക്തനായ ദൈവം ദാവീദിൻ്റെ കൂടെ നിന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? തൻ്റെ മുമ്പിൽ വന്ന പ്രതികൂലങ്ങളെ അതിജീവിപ്പാനുള്ള കൃപ ദൈവം ആർക്ക് കൊടുത്തു? ദാവീദിന് കൊടുത്തു. സ്വത്രം തൻ്റെ പ്രാണനെ വില പറഞ്ഞുകൊണ്ട് തന്നെ ഏത് വിധത്തിലും തകർക്കണമെന്ന് പറഞ്ഞ് ശൗല് ഭ്രാന്ത് കയറിയിട്ട് തൻ്റെ കുന്തവും പടകാങ്കിയും എടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ ഓടുമ്പോഴും ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെടുന്ന ദാവീദ് പറഞ്ഞൊരു വാക്ക് കേൾക്കണേ. നമ്മളാണെങ്കിൽ പറയും, സിംഹത്തെ കൊല്ലാൻ എനിക്ക് ബലമുണ്ട്, ഗോലിയാത്തിനെ കൊല്ലാൻ എനിക്ക് ബലമുണ്ട്, പിന്നെ ഈ ചെള്ളിനെ കൊല്ലാനാണ് പാട്, പേടിച്ചു തൂറിയെ. സ്വത്രം ഇങ്ങോട്ട് വരട്ടെ, അവൻ്റെ കുന്തം വാങ്ങിച്ച അവനെ ഞാൻ കൊല്ലും നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ദാവീദ് പറഞ്ഞ വാക്ക് കേൾക്കണേ, അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, അവൻ ദൈവത്തിൻ്റെ ദാസനാ, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചതാ. ഇന്നവന് മാനസികമായി ഭ്രാന്ത് പിടിച്ചെന്ന് കരുതി ഒരിക്കലും അവൻ്റെ നേരെ കരം നീട്ടുവാൻ എനിക്ക് അനുവാദമില്ല. അതാ കൃപയുള്ളവൻ്റെ അകത്തുനിന്ന് വരുന്നത്. നിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയാൽ സ്വത്രം നീ ആരെയും മൈൻഡ് ചെയ്യത്തില്ല.
നീ ആരെയും അംഗീകരിക്കത്തില്ല. മുതിർന്നവർ പറയുന്നത് കേൾക്കത്തില്ല. ജീവിതത്തിൽ അനുഭവമുള്ളവർ മക്കളെ തെറ്റാ, കുഞ്ഞെ പാപമാ, മോനെ ചെയ്യരുത്, മോളെ പോകരുത്. പാസ്റ്ററിനെ പഠിപ്പിക്കാൻ വരല്ലേ? ഞാൻ ഇതിനും വലിയ പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, ഇതിലും വലിയ പുരോഹിതന്മാരെ കണ്ടിട്ടുണ്ട്, ഇതിലും വലിയ ഉപദേഷ്ടക്കന്മാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നെ ഉപദേശിക്കാൻ? നമ്മൾ പറയത്തില്ലേ, ഒരു ഉപദേശി വന്നിരിക്കുന്നു, എനിക്കറിയാം എൻ്റെ കാര്യം ചെയ്യാൻ. സ്വത്രം ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെയുള്ള പലരും നമ്മുടെ മുമ്പിൽ ഇപ്പോഴും കിടന്ന് അയ്യോ പത്തോ വിളിക്കുന്നുണ്ട്. സ്വത്രം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഞാൻ കേൾക്കുകയാണെങ്കിൽ ഞാൻ കാണുന്ന പറയും, പണ്ട് നിന്നോട് പറഞ്ഞിട്ട് നീ കേട്ടോ, ഇപ്പം വിളിച്ചോ. സ്വത്രം. നോക്ക്, ഏലിയാവിനെ അനുഗമിക്കുന്ന ഏലീശയോട് ഏലിയാവ് പറയും, മോനെ നിനക്കെന്തു വേണം ചോദിക്ക്, ഞാൻ തരാം. സ്വത്രം. നമ്മളോട് ഇന്ന് പകലിൽ കർത്താവ് ചോദിക്കുക, നിനക്കെന്തു വേണം? സ്വത്രം. ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സ്വത്രം. ഒരു മരം വെട്ടുകാരൻ സ്വത്രം തൻ്റെ കോടാലിയും എടുത്തുകൊണ്ട് മരം വെട്ടാൻ പോയി. സ്വത്രം. മരം വെട്ടാൻ പോയി. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഥയെങ്കിലും ഈ സമയത്ത് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് പറയുക. കോടാലി ഊരി വെള്ളത്തിൽ പോയി. സ്വത്രം. ആ കോടാലി ഊരി വെള്ളത്തിൽ പോയപ്പോൾ സ്വത്രം അവൻ വല്ലാതെ നിരാശപ്പെട്ട് പറയാം, ഞാൻ വാടകയ്ക്കെടുത്ത കോടാലിയ, കടം വാങ്ങിച്ച കോടാലിയ, അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ തെറി പറയും. മാത്രമല്ല നാളെ എനിക്ക് അവൻ്റെ അടുത്ത് ചോദിക്കാനും പറ്റത്തില്ല. നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ സ്വത്രം ആ കോടാലി വെള്ളത്തിന് മീതെ പൊങ്ങി വന്നു. സ്വത്രം. ഇങ്ങനെ പറയുന്ന ജലദേവത എടുത്തുകൊണ്ട് കൊടുത്ത, ആദ്യം കൊടുത്തൊരു സ്വർണ്ണക്കോടാലി, അത് കഴിഞ്ഞിട്ടൊരു വെള്ളിക്കോടാലി, അത് കഴിഞ്ഞിട്ട് മനോഹരമായ മറ്റൊരു കോടാലി. അവൻ പറഞ്ഞ്, ഈ സ്വർണവും വെള്ളിയും ചെമ്പും പിച്ചളയൊന്നുമല്ല എൻ്റെ കോടാലി. സ്വത്രം. അങ്ങനെ അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയ കോടാലി, സ്വത്രം പിടിയില്ലാത്ത കോടാലി അവൻ്റെ കയ്യിൽ കൊടുത്ത്. ഇപ്പോൾ അവൻ്റെ കയ്യിൽ പിടിയേ ഉള്ളൂ. കോടാലി ആരുടെ കയ്യിലിരിക്കുക? ജലദേവതയുടെ കയ്യിലിരിക്കുക. സ്വത്രം. ആ പിടിയില്ലാത്ത കോടാലി കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇത് എൻ്റെ കോടാലിയാണ്. സ്വത്രം. നിൻ്റെ കോടാലി നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ കോടാലി തിരിച്ച് പ്രാപിക്കുന്നവരെ നീ അടങ്ങിയിരിക്കരുത്. സ്വത്രം. അതിനെ അങ്ങ് കർത്താവിൻ്റെ കൊടുക്കണം. ഏത്? ഈ കോടാലിയെ. സ്വത്രം. സ്വത്രം. നഷ്ടപ്പെട്ടു പോയത്, അതുകൊണ്ട് ഇനി എനിക്കിത് വേണ്ട, അത് ദൈവത്തിൻ്റെ കയ്യിരിക്കട്ടെ എന്ന് പറയണം. മനസ്സിലായി കാണത്തില്ല എന്ന് പറഞ്ഞാൽ ഏത് കോടാലിയാണോ നീ വലിച്ചു വച്ചേക്കുന്നത് അത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോടാലി അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് നീ ഫ്രീ ആവണം. സ്വത്രം. ഇങ്ങനെ ആ കഥയുടെ അവസാനം പറയുന്നത്, ജലദേവത 3 കോടാലി അവന് കൊടുത്തെന്ന്. സ്വത്രം. ഇനി ഏത് കോടാലി നിനക്ക് വേണം നീ അങ്ങ് തീരുമാനിച്ചോണം. സ്വത്രം. ഇപ്പോൾ സ്വർണ്ണക്കോടാലിയുണ്ട്, പിത്തളക്കോടാലിയുണ്ട്, ചെമ്പ് കോടാലിയുണ്ട്, നീ മരം വിട്ട് ഇരുമ്പ് കോടാലിയുണ്ട്. ഏതാണ് നിനക്ക് പ്രയോജനപ്പെടുന്നത് അതിനെ മുറുകെ പിടിച്ചോണം, ബാക്കിയുള്ളതിനങ്ങ് കളഞ്ഞേക്കണം. സ്വത്രം. ഇവിടെ ഏലീശയോട് ഏലിയാവ് പറഞ്ഞത്, സ്വത്രം, മോനെ നിന്നെ തനിച്ചാക്കിയിട്ട് പോകുമ്പോൾ നാളെ നീ തിരിച്ചു പോകുന്നത് നിൻ്റെ വീട്ടിലോട്ടാ. നിൻ്റെ ഭാര്യയും മക്കളും, സ്വത്രം, നിൻ്റെ കൂടെയുള്ളവരും നിന്നോടൊരു പക്ഷേ ചോദിക്കും, നീ ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടിറങ്ങിത്തിരിച്ചിട്ട് നീ തെണ്ടിയായിട്ടാണല്ലോടാ തിരിച്ചു വന്നത്. അത് ലോകം നിന്നെക്കുറിച്ച് പറയാതിരിക്കണം. നിനക്കെന്തോ വേണം ചോദിക്ക്, ഞാൻ തരാം. സ്വത്രം. സ്വത്രം. ഇന്ന് പകൽക്കാലം കുഞ്ഞെ നിനക്ക് വേണ്ടത് നീ ദൈവത്തോട് ചോദിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരല്ല ചോദിക്കേണ്ടത്. സ്വത്രം. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ തരുന്നതിന് പരിധിയും പരിമിതിയും ഉണ്ടാകും. ഇനി തന്നു കഴിഞ്ഞാൽ അവർ പിന്നെ പറയുന്ന വാക്ക് നീ കേൾക്കേണ്ടി വരും. സ്വത്രം. എന്നാൽ ദൈവം നിനക്ക് തന്നാലുണ്ടല്ലോ തിരിച്ചൊരു ചോദ്യം ദൈവം ചോദിക്കത്തില്ല. നമ്മളൊക്കെ പറയാറില്ലേ, നീ മുട്ടായി വാങ്ങിച്ചപ്പോൾ, ഞാൻ മുട്ടായി വാങ്ങിച്ചപ്പോൾ നിനക്ക് തന്നു, നീ മുട്ടായി വാങ്ങിച്ചിട്ടെന്താ എനിക്ക് തരാഞ്ഞത്, അതുകൊണ്ട് നിന്നോട് ഞാൻ ചെണ്ടയാ. നമ്മൾ പറയത്തില്ലേ, പള്ളിക്കൂടത്തിൽ പോകുന്ന സമയത്തൊക്കെ പറയത്തില്ല, ഞാൻ നിന്നോട് ചെണ്ട ഇട്ടേക്കോ, അതുകൊണ്ട് നീ എനിക്ക് മുട്ടായി വാങ്ങിച്ചു തരുന്നവരെ നിന്നോട് ചെണ്ടയാ. എൻ്റെ കർത്താവ് അതല്ല കേട്ടോ. എൻ്റെ കർത്താവ് നിന്നോട് പിണങ്ങത്തില്ല. നീ പിണങ്ങിയാലും നീ ഇട്ടേച്ച് പോയാലും നിന്നെ ഇട്ടേച്ച് കർത്താവ് പോകത്തില്ല. കാരണം ദൈവത്തോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു കടപ്പാടുണ്ട്. കാരണം നിന്നെ വീണ്ടെടുത്തത്
ഭൂമിയിൽ അഴിഞ്ഞു പോകുന്ന വസ്തുവകകളെ കൊണ്ടല്ല, ജീവനുള്ള യേശുവിൻ്റെ പുണ്യാഹ രക്തത്താല. അതിൻ്റെ വില പിതാവിൻ്റെ സന്നിധി കൊടുക്കണം. അങ്ങനെ നീ നഷ്ടപ്പെട്ടു പോയാൽ സ്വർഗം കണക്ക് പറഞ്ഞേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ നഷ്ടപ്പെടാതെ ഇരിക്കണമെന്ന് നീ തിട്ടച്ചു പോയാലും നിന്നെ തേടി വരുന്നവനാ എൻ്റെ യേശു കർത്താവ്. എന്നാൽ ആ യേശുവിനെ തിരിഞ്ഞു നോക്കിയിട്ട് ആ യേശുവിലേക്ക് നീ മടങ്ങി വരാൻ തയ്യാറായില്ലെങ്കിൽ നിന്റെ ജീവിത അവസാനം മുഴുവൻ നീ നരകതുല്യമായി ജീവിച്ച് അവസാനിക്കേണ്ടി വരും. എലീശ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് കാള വേണ്ട, എനിക്ക് കലപ്പ വേണ്ട, ലോകത്തിൽ ഒരു നന്മയും എനിക്ക് വേണ്ട, കാരണം അതൊക്കെ തീർന്നു പോകുന്നതാ. എന്നാൽ തീർന്നു പോകാത്ത ഒന്ന് നിൻ്റെ കയ്യിലുണ്ട്. സ്വത്രം. ആർക്കും തീർക്കാൻ കഴിയാത്തത്, ആർക്കും നശിപ്പിക്കാൻ കഴിയാത്തത് ഒന്ന് നിൻ്റെ പക്കലുണ്ട്. അത് നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ്. അതുപോലെയല്ല, അതിൻ്റെ ഇരട്ടിയായി എനിക്ക് വേണം. സ്വത്രം. കുഞ്ഞേ, ഈ ലോക ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നഷ്ടപ്പെടാത്തത് ഒന്നുണ്ട് കുഞ്ഞേ. ലോകത്തിൽ കാണുന്നതെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, അത് നിൻ്റെ മേൽ പകർന്നത് നഷ്ടപ്പെടാൻ നീ ഇടവരുത്തരുത്. കർത്താവ് നഷ്ടപ്പെടുത്തത്തില്ല. സ്വത്രം. കാരണം കർത്താവ് കൊടുത്തതൊന്നും തിരിച്ചെടുക്കത്തില്ല. സ്വത്രം. നമ്മൾ പറയുമല്ലോ, യോബും പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. എടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. സ്വത്രം. 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 യോബ് പറഞ്ഞവിടെ തീർന്നില്ല, അതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം യോബിന് തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 1000 മടങ്ങ് തിരികെ തരാമെന്ന് പറഞ്ഞത് ഒരുവനേ ഉള്ളു. നിന്നെ വിളിച്ചു വേർതിരിച്ച, നിന്നെ കഴുകി ശുദ്ധീകരിച്ച് ലോകത്തിന് മുമ്പിൽ നിന്നെ തല ഉയർത്തിയ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. ആ കർത്താവ് നിന്നെ കൈവിടത്തില്ലെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്വത്രം. നോക്ക്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്ന് ഏലീശ പറയുമ്പോൾ, സ്വത്രം, ഏലിയാവ് പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. മോനെ, നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാ ഒരാത്മാവിൻ്റെ സാന്നിധ്യം തൻ്റെ കൂടപ്പറപ്പിലേക്കൊന്ന് പകർന്നു കൊടുക്കുന്നത് എന്ത് പ്രയാസമാണ് ഉള്ളത്? സ്വത്രം. ഒരു പ്രയാസവും ഇല്ല. ആര് പറഞ്ഞില്ലെന്ന്? സ്വത്രം. ഏലിയാവ് അത് പ്രാപിച്ചു കഴിഞ്ഞ് അനുഭവിക്കേണ്ടി വന്ന ദുരിതം ദുഃഖം ചില്ലറയൊന്നുമല്ല. നേരത്തെ സ്വത്രം വട്ട് കളിച്ച് നടന്നവനാ. സ്വത്രം. ഫുട്ബോൾ കളിച്ച് നടന്നവനാ. സ്വത്രം. പിന്നെ കുട്ടിയും കോലും കളിച്ച് നടന്നവനാ. എപ്പോൾ ഏലിയാവിനെ സ്വർഗം വിളിച്ചോ ആ സമയം മുതൽ അവൻ ലോകത്തെ പഠിക്കാൻ തുടങ്ങി, അധികാരികളെ പഠിക്കാൻ തുടങ്ങി. പക്ഷേ ലോകത്തെ ഭയപ്പെടുമ്പോഴും അധികാരികളെ ഭയപ്പെടുമ്പോഴും ഭയമില്ലാതെ അവൻ ദൈവത്തെ സ്നേഹിച്ചു. സ്വത്രം. ദൈവപ്പൈതലേ, ലോകത്തെ നീ ഭയപ്പെടണം, ലോക മനുഷ്യരെ നീ ഭയപ്പെടണം, ലോക നിയമങ്ങളെ ഭയപ്പെടണം, ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കുന്ന ദൈവം ലോകരുടെ മുമ്പിൽ നിന്നെ മാനിക്കും. സ്വത്രം. ലോകത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ നിന്റെ തല ഉയർത്തും. ശാപഗ്രസ്തമായ അനുഭവങ്ങളിൽ നിന്ന് നീ മൂലം മറ്റുള്ളവർ വിടുവിക്കപ്പെടും. സ്വത്രം. എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചിട്ട് സ്വത്രം നിൻ്റെ പോക്കറ്റിനകത്തോട്ട് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് കാണുമ്പോൾ ഇട്ടേച്ച് പോകുന്നവനല്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മൾ പലരും അങ്ങനെ സ്വത്രകാഴ്ച കിട്ടിയില്ലെങ്കിൽ, ദശാംശം കിട്ടിയില്ലെങ്കിൽ, സ്വത്രം കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ജീവിതങ്ങളെ നമ്മളിൽ പലരും. ഇനി സഭയ്ക്കകത്ത് വന്നിട്ട് പാസ്റ്റർ ഒന്ന് ചിരിച്ചില്ല, പാസ്റ്റർ ഒന്ന് കൈ തന്നില്ല, പാസ്റ്റർ വന്നെന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കും ത്തിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോകുന്ന നമ്മളിൽ പലരും സ്വത്രം തിരിച്ചറിയണം. എൻ്റെ കർത്താവ് പറഞ്ഞു, ലോകത്തിൻ്റെ മഹത്വം നീ ആഗ്രഹിച്ചാൽ ദൈവസന്നിധി വരത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം ആഗ്രഹിച്ചാൽ സകലതും മറന്ന് നീ ദൈവസന്നിധി കടന്നു വരും. സ്വത്രം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞാൻ വലിയ സന്തോഷത്തോടാണ് ഞാൻ അവരെ വീട്ടിൽ ചെന്നത്, പക്ഷെ അവരെന്നോട് അധികമൊന്നും സംസാരിക്കുകയോ അധികമൊന്നും അവർ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തില്ല.
ഞാൻ പോകണ്ടായിരുന്നു. സ്വത്രം. ദൈവഹിതമല്ലെങ്കിൽ നീ പോവരുത്. ദൈവം അയക്കാതെ നീ പോവരുത്. ദൈവം പറയാതെ നീ പോവരുത്. നിനക്ക് വേണ്ടത് സ്വർഗം നിൻ്റെ കൈ കൊണ്ടു തരും. സ്വത്രം. പക്ഷെ അങ്ങനെ തരം എന്നൊരു വിശ്വാസമില്ലാത്തത് കൊണ്ട് നീ വലിഞ്ഞു കയറി ചെല്ലും. സ്വത്രം. അങ്ങനെ ചെന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഭവിഷ്യത്തും കൂടെ നീ അങ്ങ് കേട്ടോണം, നീ അനുഭവിച്ചോണം. അത് സഹിക്കാനും ക്ഷമിക്കാനും കഴിവുണ്ടല്ലേ പോകാവുള്ളൂ, ഇല്ലേ പോവരുത്. സ്വത്രം. നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. സ്വത്രം. ലോകം നമുക്ക് ശാശ്വതമല്ലെന്ന് തിരിച്ചറിയണം. ലോകക്കാർ നമ്മെ ശരിക്കും അംഗീകരിക്കത്തില്ലെന്ന് തിരിച്ചറിയണം. സ്വത്രം. നന്മ പറഞ്ഞാൽ, നന്മ സുവിശേഷിച്ചാൽ, നല്ലത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടെന്നും വരത്തില്ല. പക്ഷേ അത് നീ പറയാനുള്ള നീ അങ്ങ് പറഞ്ഞോണം. ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ. നിന്നെ ഏൽപ്പിച്ചത് നീ അങ്ങ് ചെയ്താൽ മാത്രം മതി. ദൈവം ബാക്കി കാര്യം നോക്കിക്കോളും. സ്വത്രം. എലീശ പറഞ്ഞത്, സ്വത്രം മോനെ, ഇത് നിൻ്റെ മേൽ വരുന്ന സമയം മുതൽ നിൻ്റെ ജീവിതത്തിനൊരു ചേഞ്ച് ഉണ്ടാകും. സ്വത്രം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പൈതലായി നിങ്ങൾ മാറിയ നിമിഷം മുതലുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ. സ്വത്രം. ഒന്ന് ചിന്തിക്കണം. ഞാനിങ്ങനെ പറയാം, ഈ ലോകം മുഴുവനും ഏതാണ്ട് നല്ലൊരു ഭാഗം, ലോകത്തിൻ്റെ 2/3 ഭാഗവും ദൈവം എനിക്ക് കാണുവാൻ അവസരം തന്നു. അത് എൻ്റെ മിടുക്ക് കൊണ്ടല്ല, ഈ പുസ്തകം ഞാൻ ചുമന്നത് കൊണ്ടാണ്. സ്വത്രം. ഈ പുസ്തകം ചുമന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. കളക്ടർമാർ, MLA മാർ, MP മാർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സ്വത്രം, ഈ അനേകർ സ്വത്രം ഇട്ടാവട്ടത്ത് കിടന്ന് ചുറ്റിക്കറങ്ങുമ്പം സ്വത്രം പുസ്തകം എടുത്തവനെ ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് യേശു മാത്രം മതിയെന്ന് പാടിയവൻ ലോകത്തിൽ അടിച്ചു മിന്നുകയാണ്. ആശാരി ഉപദേശി പറഞ്ഞൊരു കാര്യം കൂടെ പെട്ടെന്ന് പറയട്ടെ. ഞങ്ങളെപ്പോൾ ആശാരിമാരെല്ലാം സ്വത്രം കണ്ടവൻ്റെ പറമ്പിൽ കോഴിക്കൂടടിക്കുമ്പം ഞാൻ അവൻ്റെ തലയുടെ മേളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുക. സ്വത്രം. അത് ദൈവത്തിൻ്റെ കൃപയാ. അങ്ങനെയാണെങ്കിൽ ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യമായി ദൈവത്തിൻ്റെ വചനം ചുമന്നുകൊണ്ട് ദേശത്തിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കടന്നു പോകുവാനും സ്റ്റേജിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നൊരു ദൈവമാണെന്ന് വിളിച്ചു പറയുവാനും നിനക്കും നിൻ്റെ സന്തതിക്കും ഒരവസരം കിട്ടിയെങ്കിൽ ഇതിൽ പരം ഭാഗ്യം ഈ ലോകത്ത് വേറെ ഇല്ല കുഞ്ഞ്. 5 വർഷം കഴിഞ്ഞ് തീരുന്ന ഒരനുഗ്രഹമല്ല സ്വർഗം നിനക്ക് തന്നത്. നിൻ്റെ ആയുഷ്കാലം മുഴുവൻ അനുഭവിപ്പാനുള്ള അനുഗ്രഹമാണ് സ്വർഗം നിനക്ക് നിൻ്റെ കൂട്ടാളിക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തെ ലാഭത്തെ കണ്ടുകൊണ്ട് താൽക്കാലിക മോഹത്തിൻ്റെ പിന്നാലെ പോകാതെ ദൈവം തരുന്ന നിത്യ സമാധാനത്തിൽ നീ ഉറച്ചു നിൽക്ക്. ഏലിയാവ് ഏലീശയെ വിട്ട് പോകാൻ സമയമായപ്പോൾ ഏലിയാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുമെങ്കിൽ. സ്വത്രം. നിന്റെ ജീവിതത്തിൽ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പിശാചിൻ്റെ തല തകരുന്നത് നീ വിശ്വാസ കണ്ണുകൊണ്ട് കാണുമെങ്കിൽ, നിന്റെ താഴ്ചയിൽ നിന്ന് നീ ഉയർച്ച പ്രാപിക്കുന്നത് നീ വിശ്വാസ കണ്ണുകൊണ്ട് കാണുമെങ്കിൽ, ശപിക്കപ്പെട്ട തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് വിശ്വാസത്താൽ നീ കാണുമെങ്കിൽ, നിന്റെ ചെറ്റപ്പുര മാറി വാർത്ത വീടിനകത്ത് നീ കിടക്കുന്നത് വിശ്വാസത്തോടെ നീ കാണുമെങ്കിൽ, നടന്ന് ചെരുപ്പും തേഞ്ഞ് കാലും തേഞ്ഞ് തളർന്നു വീഴുന്ന നിന്നെ വാഹനത്തിൽ കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവം പുതിയ വാഹനം തരുമെന്ന് നീ വിശ്വാസത്തോടെ കാണുമെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നീ നിൽക്കുന്നുവെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ഞാൻ പറയട്ടെ, ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്കും ലോകത്തിലൊരു വാഴ്ചയ്ക്കും അധികാരത്തിനും ലോകത്തിലൊരു പിശാചിനും നിന്നെ കെടുത്തിക്കളയാൻ കഴിയാത്തതുപോലെ ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ നീതി സൂര്യനായ യേശുവിനെ പോലെ തല ഉയർത്തിനോട് നിനക്കും പറയാൻ കഴിയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന്റെ കീഴെ ഭൂമിയുടെ മുകൾപ്പുറപ്പിൽ യേശുവിന്റെ നാമമല്ല മറ്റൊരു നാമമില്ല. ആ നാമം എന്നെ ഉയർത്തിയതുപോലെ നിന്നെ നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ യേശു ഉണ്ടെന്ന് നീ പറയും. സ്വത്രം. യോർദാൻ്റെ കാട്ടിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന യോർദാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് യോർദാനെ ഒന്ന് അടിച്ചു. ഏലിശ കണ്ടു, ഇവനിൽ വ്യാപരിക്കുന്ന ശക്തി ഒരു സാധാരണ ശക്തിയല്ല.
സ്വത്രം. കലങ്ങി മറിഞ്ഞ് ഒഴുകി വരുന്ന യോർദാനെ ഒരു പുതപ്പ് കൊണ്ട് വിഭാവിപ്പാൻ കഴിയുന്നതാ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി. ഇന്ന് പകൽക്കാലം ഏലിയാവിൻ്റെ മേൽ പകർന്ന ശക്തിയല്ല കുഞ്ഞെ നിൻ്റെ മേൽ കർത്താവ് പകർന്നത്. അത് നീ തിരിച്ചറിയണം. സ്വത്രം. താൽക്കാലിക ലാഭം കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകാതെ നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പവർ എന്താണെന്ന് നീ തിരിച്ചറിയണം. നീ പ്രാർത്ഥിച്ചാൽ ദൈവം മഹത്വം ഇറങ്ങും. എന്താ ഞാൻ രാവിലെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധിയിലും വേർപാടിലും വിശ്വാസത്തിലും പ്രാർത്ഥിക്കണം. ചുമ്മാതെ ജൽപ്പനം നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. വണ്ടിക്കകത്തിരിക്കുമ്പോൾ സ്വത്രം വഴിയിലിരിക്കുന്ന കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന ദേവന്മാരെന്ന് പറയുന്ന ദൈവങ്ങളെന്ന് പറയുന്ന അതിൻ്റെ മുമ്പിൽ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് പൈസ എറിഞ്ഞു കൊടുക്കുന്നത്. സ്വത്രം. ഞാനിങ്ങനെ പറയും സ്വത്രം. അത്രയും വിലയേ അതിനുള്ളു. സ്വത്രം. അത്രയും വിലയെ അതിനുള്ള. അതുകൊണ്ടാണ് എറിഞ്ഞു കൊടുക്കുന്നത്. വേണമെങ്കിൽ എടുത്തോ സ്വത്രം. അത് വല്ലോടത്തും ചെന്നാൽ വീഴുന്നത്. അത് പറക്കാൻ വേറെ ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ എറിഞ്ഞു കൊടുക്കുന്നത് വാങ്ങാനിരിക്കുന്നവനല്ല എൻ്റെ കർത്താവ് കേട്ടോ. അത് നീ തിരിച്ചറിയണം. നിൻ്റെ ചില്ലറ പൈസ പെറുക്കിയെടുക്കാൻ ഇരിക്കുന്നവനല്ല എൻ്റെ കർത്താവ്. അത് ദൈവം നിനക്ക് അനുഭവിക്കാൻ തന്നതാ. അത് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ തന്നതാ. കർത്താവിന് വേണ്ട നിൻ്റെ ചില്ലറ പൈസയല്ല, നിന്നെയാ വേണ്ടത്. നിന്റെ ഹൃദയമാണ് അവന് വേണ്ടത്. അത് നീ ദൈവത്തിന് കൊടുത്തു നോക്ക്. നിന്റെ കരം നിറയും, നിന്റെ പേഴ്സ് നിറയും, നിന്റെ കലവറ നിറയും. ആ നിറയുമ്പം അതിനൊരു വീതം ദൈവസന്നിധി കൊണ്ടുവച്ചിട്ട് മഹത്വം കരമുയർത്തി ദൈവത്തിന് കൊടുക്കണം. യോർദാൻ വിഭാഗിച്ച് യോർദാൻ്റെ വൻകാട്ടിൽ ഏലിയാവും ഏലിശ നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് ആ കാട്ടിനകത്തിറങ്ങി. സ്വത്രം. അഗ്നിമയമായ രഥങ്ങളായി കുതിരകളായി അത് ഏലിയാവിനെ മൂടി. സ്വത്രം. ഏലിയാവിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലെ ദൈവം തന്നിലേക്ക് എടുക്കുമ്പോൾ കണ്ടു നിന്ന ഏലിശ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീണു. സ്വത്രം. സ്വത്രം. നോക്ക്. ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായവനെ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി താൻ ഇട്ടിരുന്ന ഉടുപ്പ് വലിച്ചു കീറി ബോധം കെട്ട് താഴെ വീണു. ഏലിയാവ് ഉയരത്തിലേക്ക് പൊങ്ങി. സ്വത്രം. തൻ്റെ കണ്ണിന് മുൻപിൽ മറഞ്ഞു. താൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ വസ്ത്രം കീറിയിരിക്കുന്നു. താൻ ആഗ്രഹിച്ച ശക്തി തനിക്ക് ലഭിച്ചില്ല. ഇനി എന്ത് ചെയ്യണ്ടു? തൻ്റെ ശരീരം മറയ്ക്കാതെ പോകാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ താൻ നോക്കുമ്പോഴിതാ ഏലിയാവ് യോർദാനെ അടിച്ച പുതപ്പ് തൻ്റെ അടുക്കൽ കിടക്കുന്നു. താൻ അതെടുത്ത് തൻ്റെ ശരീരത്തെ ഒന്ന് മറച്ചു. സ്വത്രം. താൻ ആഗ്രഹിച്ചത് കിട്ടിയോ? കിട്ടിയില്ല. പിന്നെ എന്ത് കിട്ടി? യോർദാനെ അടിച്ച പുതപ്പ് കിട്ടി. പുതപ്പെങ്കിൽ പുതപ്പ് അത് മതി. നമ്മളാണെങ്കിലോ അവിടെ നിന്ന് 4 തെറി പറയും. സ്വത്രം. സ്വത്രം. ഇത്രയും കൂടെ നടന്നിട്ട് ഇത്രയും കൂടെ നിന്നിട്ട് സ്വത്രം എല്ലാത്തിനും എല്ലാം ആയിരുന്നിട്ടും അവനങ്ങ് പോയപ്പോൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഞാൻ കൂടെ നിന്നതല്ലേ, ഞാൻ കൂടെ പോയതല്ലേ, ഞാനല്ലേ അവൻ്റെ വീഴ്ചയിലും താഴ്ചയിലും എല്ലാം താങ്ങിയത്. എന്നിട്ടും ഞാൻ ചോദിച്ചത് പണം ചോദിച്ചില്ലല്ലോ, ഞാൻ കാളയെ ചോദിച്ചില്ലല്ലോ, ഞാൻ കലപ്പ ചോദിച്ചില്ലല്ലോ. അവൻ്റെ മേളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പോണെന്നില്ല പറഞ്ഞു. അതുപോലും തരാതെ അവൻ പൊക്കളഞ്ഞല്ലോ. കള്ളൻ. യവന്മാരാരെയും വിശ്വസിക്കരുത്. യവന്മാരെല്ലാം കള്ളന്മാരാ. എടാ, എൻ്റെ യേശുവിനെ കള്ളനെന്ന് പറഞ്ഞവന്മാരല്ലേ, പിന്നെ നിന്നെ കള്ളനെന്ന് പറയാതിരിക്കുമോ? സ്തോത്രം. പറഞ്ഞോ? അവൻ കള്ളം പറഞ്ഞു. അവനെ ക്രൂശിക്കണം, അവനാൾ ശരിയല്ല, അവനെ തകർക്കണം. സ്തോത്രം. അപ്പം തിന്നവനാ. ഇന്നലെ അപ്പം കണ്ടിട്ട് പോലുമില്ല അവൻ. സ്തോത്രം. കാടപ്പക്ഷിയെ പറന്ന് നടക്കുന്ന കണ്ടു തിന്നിട്ടില്ല, അവൻ തിന്നവനാ. സ്തോത്രം. പിച്ചക്കാശ് വാങ്ങിച്ച് നടന്നവൻ, അവനൊന്ന് നല്ല പൈസ വാങ്ങിച്ച് നല്ല ഹോട്ടലിൽ കയറി നല്ല ഫുഡ് കഴിച്ചിട്ട് സ്വത്രം ഏമ്പൊക്കെ വിട്ടിട്ട് പറയുക അവനെ ക്രൂശിക്കണം. സ്വത്രം. കുഞ്ഞൻ, ലോകമിതാ. നീ ലോകക്കാരനും അല്ല, നീ ദൈവത്തിൻ്റെ പൈതലാ. നീ ആഗ്രഹിച്ച് തരാതെ എൻ്റെ ദൈവം നിന്നെ വിട്ടച്ച് പോവത്തില്ല. നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതും നിലയ്ക്കുന്നതിനും ഉപരിയായി ദൈവം നിനക്ക് തരുമെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. പാസ്റ്റർക്കല്ല കൊടുക്കേണ്ടത്, സഭയ്ക്കല്ല കൊടുക്കേണ്ടത്. സ്വത്രം. യേശുവേ, നമ്മുടെ ആലയത്തെ കണ്ടോ?
സ്വത്രം. പിന്നെ യേശു കാണാതിരിക്കുകയല്ലയോ? നീ കാണിച്ചെങ്കിലേ കാണത്തുള്ളൂ. സ്വത്രം. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഇതാണെങ്കിൽ ഇന്നിവിടെ വെച്ച് ഉപേക്ഷിക്കണം. എന്നിട്ട് കർത്താവ് എന്ത് പറയുന്നുവോ അത് പ്രകാരം അവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ വചനപ്രകാരം നീ യാത്ര ചെയ്യ്. കിട്ടിയ പുതപ്പിനെ എടുത്തുകൊണ്ട് ഒരു പരാതിയും പറയാതെ യോർദാൻ്റെ മുമ്പിൽ വരുമ്പോൾ താൻ കണ്ടത് സ്വത്രം ഉണങ്ങിയ യോർദാനയല്ല കണ്ടത്, കര കവിഞ്ഞൊഴുകുന്ന യോർദാനയാ. ആ കാട്ടിൻ്റെ യാത്രയുടെ യാമങ്ങളിൽ നിന്നാൽ ആ കാട്ടിലെ മൃഗങ്ങൾ തന്നെ കടിച്ചു കീറി തനിക്ക് ആഹാരമാക്കി തീർക്കുമെന്നുള്ള ഭയം തൻ്റെ അകത്ത് വന്നിട്ട് യോർദാനെ നോക്കി ഒരു നിമിഷം താനൊന്ന് പകച്ചു നിന്നെങ്കിലും തൻ്റെ കൂടെ വന്ന് ഏലിശ കാട്ടിയ അതേ മാതൃക താൻ പിൻപറ്റി. യേശു കാണിച്ച മാതൃക നീ പിൻപറ്റുമ്പോൾ നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങും. യേശു പറഞ്ഞ വാഗ്ദത്തം നീ ഏറ്റെടുത്താൽ അവൻ്റെ മഹത്വം നീ കാണാൻ തുടങ്ങും. യേശു പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നീ ഒന്ന് പ്രാപിച്ചാൽ നിന്നെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. സകല പിശാചും നിന്റെ കാൽക്കീഴിൽ അമരുന്നത് നീ കണ്ണുകൊണ്ട് കാണും. നിന്റെ തലമുറയുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്യാൻ വരുന്ന ശത്രുവിൻ്റെ തീയമ്പുകളെ തകർക്കാൻ ഒറ്റ വാക്കിന് കഴിയും. നിന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലായി ദൈവത്തിൻ്റെ ആത്മാവായി ദൈവത്തിൻ്റെ വചനമായി നിന്നിൽ നിന്ന് പുറത്തു വരുന്ന ആത്മാവിൻ്റെ വ്യാപാര ശക്തി അനേകർക്ക് ജീവനായി പകരുന്നതിന് കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ കുഞ്ഞാ നീ ലോകത്തിൽ നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്ക്. എലീശ തൻ്റെ പുതപ്പെടുത്ത് യോർദാനെ അടിക്കുമ്പോൾ താൻ കണ്ടു ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എല്ലാവരും ഒന്നല്ല 9 ഒരു 100 അത്ഭുതങ്ങൾ ഈ 10 വർഷമായിട്ട് കണ്ടവരാ. എന്നിട്ടും വേണ്ടവണ്ണം വേണ്ടതുപോലെ ആത്മാർത്ഥതയോടെ ദൈവത്തെ ഉയർത്തുവാൻ നാം തയ്യാറാകാതെ ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും വഴക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കിയത് കൊണ്ട് നിനക്ക് സഹിപ്പാൻ കഴിയാത്ത വേദനയുമായി നീ ഇന്നും യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറ, ഈ വേദന എനിക്ക് വേണ്ട, ഈ ശാപത്തോടെ എനിക്കൊരു യാത്ര വേണ്ട. പുത്തൻ സന്തോഷത്തിൻ്റെ നാളുകൾ എനിക്ക് വേണം കർത്താവേ, അത് തരുവാൻ അങ്ങയ്ക്ക് കഴിയും. ഞാനിതാ അങ്ങയുടെ കരത്തിൽ എന്നെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിൻ്റെ മക്കളെ ഓർത്ത്, നിൻ്റെ കൂട്ടാളി ഓർത്ത്, നിൻ്റെ കുടുംബജീവിതത്തെ ഓർത്ത്, ലോകത്തെ കാര്യങ്ങളെല്ലാം വിട്, കൂട്ടുവിശ്വാസിയുടെ കാര്യം വിട്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൻ്റെ കാര്യം പറ. സ്വർഗം നിന്നെ ഉയർത്തും. നിൻ്റെ കൂട്ടുവിശ്വാസിയേക്കാൾ, നിൻ്റെ ദൈവദാസനേക്കാൾ, നിൻ്റെ സഭയേക്കാൾ ദൈവം നിന്നെ ഉയർത്തും. നീ സഭയ്ക്കൊരു നെടുന്തൂണായി മാറും. സ്വർഗം നിന്നെ മാനിക്കും. ആ മാന്യത പ്രാപിപ്പാൻ വിളിച്ച കർത്താവിൻ്റെ ബലമുള്ള കൈക്കിഴി താഴ്ത്തിക്കൊടുക്ക്. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.